Hi dear students, welcome back to JEE Advanced Question Paper Discussion 2024. Question number 1 and 2 we already discussed. This is question number 3. Let us read the question. Two buds each with the charge Q and mass M are on a horizontal frictionless non-conducting circular hoop of radius R. One of the buds is glued at the hoop at some point while the other one performs small oscillation about the equilibrium position along the hoop. The square of the angular frequency of small oscillation is given by. We need to find the square of angular frequency, which means omega square. So let us consider a small circular hoop. According to the question, we have two charge particles. One is fixed somewhere over here and other one is performing small oscillation. So this is the fixed charge and other one is performing small oscillation. And the mean position of that oscillation, a രണ്ടാമത്തെ ചാർജ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓസിലേഷൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ചാർജിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ആയിരിക്കും. അതായിരിക്കും മീൻ പൊസിഷൻ. ഓക്കെ, അവിടെ ആയിരിക്കും മീൻ പൊസിഷനിലേക്ക് വരുന്ന നെറ്റ് ഫോഴ്സ് 0 ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ആയിരിക്കും. സോ ദിസ് ഇസ് ദ മീൻ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ചാർജ് ഒരു സ്മോൾ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എക്സ്. ഈ രണ്ട് ചാർജ് പാർട്ടിക്കിളും പോസിറ്റീവ് ആണ്. സോ ദർ വിൽ ബി എ റിപ്പൽസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജ് പാർട്ടിക്കിൾ. റിപ്പൽസീവ് ഫോഴ്സ് ഈ പെർട്ടിക്കുലർ ഡിറക്ഷനിലായിരിക്കും. ആ റിപ്പൽസീവ് ഫോഴ്സിനെ നമുക്ക് രണ്ടാക്കി റിസോൾവ് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ചാർജിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് തീറ്റ ആൻഡ് തീറ്റ ഇസ് വെരി 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 സ്മോൾ ബിക്കോസ് ഇറ്റ് ഇസ് സ്മോൾ ഓസിലേഷൻ. So displacement x is very small and theta is also very small because it is small oscillation. And this angle will be theta by 2. Also this is theta by 2 because ഈ ഐസോസെലസ് ട്രയാങ്കിളുടെ രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഇത് രണ്ടും. സോ ദ സം ഓഫ് ടു ഇൻറ്റീരിയർ ആംഗിൾ വിൽ ബി ദ ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. സോ തീറ്റ ബൈ ടു തീറ്റ ബൈ ടു. സോ ഈ ഫോഴ്സിനെ നമുക്ക് രണ്ടാക്കി റിസോൾവ് ചെയ്യാം. ദിസ് ഫോഴ്സ് ഇസ് എഫ് ആൻഡ് ദിസ് ഇസ് ഓൾസോ തീറ്റ ബൈ ടു. അപ്പോൾ ഇത് എഫ് കോസ് തീറ്റ വരും. And this will be f sin theta. That f sin theta is acting towards theta by 2. So that f sin theta is acting towards the mean position. Appo this is the mean position. Suppose the charge is displaced over here. ഇവിടെയും ഇതുപോലെ രണ്ട് ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ടുവേർഡ്സ് മീൻ പൊസിഷൻ സെയിം വാല്യൂ തന്നെ വരും. So f sin theta is the force towards mean position. As we know, theta is very small, so theta by 2 is very very small. So sine of theta by 2 is approximately equal to theta by 2. അപ്പോൾ അവിടെ ഫോഴ്സ് വരിക f into എഫിൻ്റെ സൈഡ് കോമ്പണൻറ്റ് വരിക f sin theta by 2 is approximately equal to f sin theta by 2 because theta is very small. That is equal to അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജ് പാർട്ടിക്കിൾ തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ചാർജ് പാർട്ടിക്കിൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇവിടെ ഒരു ഈ ലൈനെ നമുക്ക് ബൈസെക്ട് ചെയ്യാം. സി ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജ് പാർട്ടിക്കിൾ ആൻഡ് വി നോ ദാറ്റ് ദിസ് ഇസ് വെരി 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 സ്മോൾ ആംഗിൾ. സോ ദീസ് ടു സൈഡ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. These two sides will be approximately equal. This is the radius of the circle. This is also r. Similarly, ഇവിടെയും ആംഗിൾ വളരെ ചെറുതായ ട്രയാങ്കിൾ ആണ് തീറ്റ ബൈ ടു. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിന് സിമിലർ ആവും. അപ്പോൾ ഇത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ ദിസ് ഓൾസോ ആർ. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജ് പാർട്ടിക്കിൾസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2r. സോ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജ് പാർട്ടിക്കിൾ ഈസ് 1 by 4 pi epsilon 0 q1 q2, that is q square divided by r square. R is the distance between these two charge particles, that is 2r whole square, that is 4r square into theta by 2. Okay, this is the force towards mean position. We know that ഒരു ഓസിലേഷൻ്റെ ഫോഴ്സ് ടുവേർഡ്സ് മീൻ പൊസിഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ടുവേർഡ്സ് മീൻ പൊസിഷൻ ഓർ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ എക്സ് ആണ്. എം ഒമേഗ സ്ക്വയർ എക്സ്, മാസ് ഓഫ് ദ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ, ആംഗുലാർ ഫ്രീക്വൻസി സ്ക്വയർ ആൻഡ് എക്സസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ അത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ 1 by 4 pi epsilon 0 q square divided by 4r square into theta by 2, that is equal to m omega square x. m omega square x. See, ഇവിടെ 4 into 4, 16 into 2, 32. So q square divided by 32 pi epsilon 0 r square
into theta. That is equal to m omega square x. And ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഇവിടെ ഒരു ആർക്ക് കൺസിഡർ ചെയ്താൽ while considering this arc you can write theta is equal to ഈ സെക്ടർ കൺസിഡർ ചെയ്യാം. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് അവിടെ വരുന്നത് എക്സ് ആണ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എക്സ് ബൈ ആർ. തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ആർ. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 32 pi epsilon 0 r square. Instead of writing theta you can use x divided by r, that is equal to m omega square x. ഇവിടെ രണ്ടും ഞാൻ മാഗ്നിറ്റ്യൂഡ്സ് മാത്രമാണ് ഇക്വേറ്റ് ചെയ്തത്. അവിടെ ഒരു മൈനസ് വരും ബിക്കോസ് ഫോഴ്സ് ഇസ് ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അവിടെ ഒരു മൈനസ് വരും. ഞാൻ ആ മൈനസ് കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ മാഗ്നിറ്റ്യൂഡ്സ് മാത്രമേ ഇക്വേറ്റ് ചെയ്യുന്നുള്ളൂ. സോ എക്സും ക്യാൻസൽ ആവും. ആർസ് ആൻഡ് ആർ സ്ക്വയർ ബിക്കംസ് ആർ ക്യൂബ്. എം താഴേക്ക് വരും. അപ്പോൾ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 32 pi epsilon 0 r cube into m. This is the square of angular frequency omega square. So option check ചെയ്താൽ q square divided by 32 pi epsilon 0 r cube into m. That is option B is the right answer. Clear അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. സെഷൻ എയിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സെഷൻ എ. A block of mass 5 kg is moving along x direction subjected to a force F is equal to minus x plus 10 Newton. With the value of x in meter. At times equal to 0, at t is equal to 0, it is at rest position at x is equal to 1 meter. The position and momentum of the block at t is equal to pi by 4 seconds r. See, ഇവിടെ 5 kg ബ്ലോക്ക് മൂവിങ് അലോങ് എക്സ് ഡിറക്ഷൻ ആണ്. സോ 5 kg ബ്ലോക്ക് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, ലെറ്റ് us കൺസിഡർ ദിസ് ഇസ് എക്സ് ഡിറക്ഷൻ. ഇത് പോസിറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് എക്സ്, ഇത് ഒറിജിൻ ആക്കി എടുക്കും. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ 5 kg ബ്ലോക്ക് മൂവ് ചെയ്യുന്നു. വിത്ത് ദ എഫക്ട് ഓഫ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു -20 x plus 10. സോ ആ ഫോഴ്സിൽ നിന്ന് നമുക്ക് -20നെ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സിനെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ഈ കമ്പയർ ചെയ്യാൻ പറ്റും. So F is equal to -20 taking out, then you will get x minus 1 by 2. X minus 1 by 2. This x minus 1 by 2 is considered to be capital letter X. So force, you can write force is equal to -20 capital letter X, and capital letter X is equal to x minus 1 by 2. See, F is equal to minus kx. So F is equal to minus kx. അതൊരു റീസ്റ്റോറിംഗ് ഫോഴ്സിന് സിമിലർ ആണ്. സോ ദിസ് ബോഡി ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദർ ഇസ് എ ഫോഴ്സ് ടുവേർഡ്സ് മീൻ പൊസിഷൻ ആൻഡ് ദ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് പറയുന്ന ടേം വരുന്നത് ഇവിടെ എക്സ് മൈനസ് 1 by 2നെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന ടേമിനെ, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ടേമിനെ കൊണ്ട് റീപ്ലേസ് ചെയ്തത്. സോ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 by 2. അപ്പോൾ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ എസ് എച്ച് എമ്മിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദിസ് ഇസ് കൺസിഡർഡ് ടു ബി എൻ എസ് എച്ച് എം. ആ എസ് എച്ച് എമ്മിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്ന പൊസിഷൻ. അപ്പോൾ മീൻ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ എക്സ് നമുക്ക് 1 by 2 എന്ന് വരും. സോ 1 by 2 - 1 by 2 അല്ലേ 0 വരിക. അപ്പോൾ ഈ എസ് എച്ച് എമ്മിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2 ആണ്. സോ ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ മീൻ പൊസിഷൻ. അപ്പോൾ നമുക്ക് തന്ന പ്രോബ്ലത്തിൽ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒറിജിനാക്കി കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്ന മോഷൻ്റെ ഫോഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ അതൊരു എസ് എച്ച് എം ആണ് നമുക്ക് മനസ്സിലായി. സോ ദിസ് മോഷൻ ഈസ് ആൻ എസ് എച്ച് എം, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മീൻ പൊസിഷൻ ഇറ്റ്സ് നോട്ട് ഒറിജിൻ. മീൻ പൊസിഷൻ ഈസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2. ഹിയർ ഇറ്റ് ഇസ് മീൻ പൊസിഷൻ ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2. ഓക്കെ, and one more thing, see, this is the beauty of the question. See, at t is equal to 0, the particle is at rest and it is x is equal to 1 meter. T
ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്, ഇനീഷ്യൽ പൊസിഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് റെസ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ. അപ്പോൾ ഒരു SHM റെസ്റ്റിലെത്തുക, SHMന്റെ വെലോസിറ്റി 0 ആവുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീമെൻ്റ് ആണ്. അപ്പോൾ SHM റെസ്റ്റിലാവുക എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി 0 ആവുകയാണ്. സോ വെലോസിറ്റി 0 വിച്ച് മീൻസ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് എക്സ്ട്രീം പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ ആണ്. സോ പാർട്ടിക്കിൾ starting from extreme position at t is equal to 0, the velocity of the particle is 0. Velocity of particle is 0 is only at extreme end. So extreme end is 1 meter from the mean position. So suppose x is equal to 1 meter. ഇവിടെ നിന്നാണ് SHM സ്റ്റാർട്ട് ചെയ്യുന്നത് at t is equal to 0. എക്സ്ട്രീം പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്, കാരണം പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ് at t is equal to 0, x is equal to 1 meter. എക്സ്ട്രീം പൊസിഷനാണ് SHM സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സ്ട്രീം പൊസിഷൻ 1 മീറ്ററിലാണ്. ഓക്കെ, നൗ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം അറ്റ് ടി ഈസ് ഈക്വൽ ടു π/4. സോ ഇൻസ്റ്റൻറ്റേനിയസ് ടൈം ഇസ് ഈക്വൽ ടു π/4 സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് -20 capital x, and we know that f is equal to m omega square x minus of m omega square x. അപ്പോൾ 20 is equal to m omega square. അപ്പോൾ 20 is equal to m is 5 given in the question, omega square 5ഉം 20ഉം ക്യാൻസൽ ചെയ്യുന്നു. 4 is equal to omega square, omega is equal to 2 pi/t is equal to 2 get cancel out, t is equal to pi seconds. And the instantaneous time, we need to find the position and momentum at t is equal to π/4 seconds. So t is equal to π/4, which means t is equal to capital t/4. Capital t/4 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം പീരീഡിന്റെ /4. ടോട്ടൽ ടൈം പീരീഡിന്റെ /4 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷൻ മീൻ പൊസിഷനിലേക്ക് വരാൻ എടുക്കുന്ന സമയമാണ്. മീൻ പൊസിഷൻ ടു എക്സ്ട്രീം ടു മീൻ പൊസിഷൻ ടു നെഗറ്റീവ് എക്സ്ട്രീം ടു മീൻ പൊസിഷൻ. അപ്പോൾ ടോട്ടൽ 4 സെഗ്മെന്റ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ടൈം പീരീഡിന്റെ /4 ആണ് ഈ ഓരോ പോർഷനും മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. സോ t/4 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻഡ് മീൻ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. സോ ഈ SHMന്റെ മീൻ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തിട്ട് x is equal to 1/2 ആയിട്ടുണ്ട്. സോ t/4 സമയം കൊണ്ട് അത് എക്സ്ട്രീം എൻഡ് നിന്ന് മീൻ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. മീൻ പൊസിഷന്റെ പൊസിഷൻ എന്ന് പറയുന്നത് x is equal to 1/2 ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് പൊസിഷൻ ആണ് അറ്റ് t is equal to capital letter t/4 or π/4. Particle at mean position. Mean position എന്ന് പറയുന്നത് x is equal to 1/2 meter ആണ്. That is x is equal to 0.5 meter. Here it is. And which is moving towards negative x direction. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ഇനി അവിടുത്തെ മൊമെൻറ്റമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൊമെൻറ്റം P is equal to mass into velocity. P is equal to mass 5 ആണ്. വെലോസിറ്റി minus of omega a. മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, and that is omega into a, and the particle is moving towards negative x direction. That is why velocity is taken as negative. So momentum is equal to minus of 5 into omega നമുക്ക് കിട്ടിയത് 2 ആണ് into maximum displacement, that is amplitude വരുന്നത്. ഇവിടെ amplitude വരുന്നത് the mean position to extreme end, that is 1/2. So mean position x is equal to 1/2, extreme position x is equal to 1. So 1/2. So 2 gets cancelled out. So momentum is equal to -5 kilogram meter per second. So position is 0.5 meter and momentum is minus of 5 kilogram meter per second. So that is option C is the right answer. Okay, അപ്പോൾ സെഷൻ എയിലുള്ള 4 ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെഷൻ ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത സെഷനിൽ ചെയ്യാം. അടുത്ത സെഷനിൽ കാണാം. This is JV from Xylem Learning. Thank you and all the very best.